Welcome to my YouTube channel. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. അയല എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ സിസർ ഉപയോഗിച്ച് ഈ മീനിൻ്റെ ചിതമ്പലെല്ലാം ക്ലീൻ ചെയ്യുവാണ്. ചിതമ്പലെന്ന് പറയുമ്പോൾ ഇതുപോലെ ഉള്ളതാണ്. അത് നമുക്ക് ഇതുപോലെ സിസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ നീക്കിക്കളയാം. ഇനി മറുഭാഗത്തും ഇതുപോലെ ചിതമ്പൽ നീക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സിസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. രണ്ട് സൈഡിലും ഇതുപോലെയുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതും കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അയലയുടെ സ്കിന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്കിന്നുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു സിസർ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്തുള്ള സ്കിന്ന് നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്കിന്നാണിത്. സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ദശ അധികം കട്ടാവാതെ വേണം സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ആ തലയുടെ ഭാഗത്തുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഈ പാർട്ടിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഫിൻസിൻ്റെ അവിടെ നിന്ന് ഒന്ന് അമർത്തി ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ പിടിച്ചിട്ട് വേണം അടർത്തി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വയറിനകത്തുള്ള അഴുക്കെല്ലാം ഇതുപോലെ ഊരിപ്പോരും. അത് നമുക്ക് കളയാം. ഇതിൻ്റെ ഈ വായുടെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതുപോലെ ഈ രണ്ട് വശത്തു നിന്നും ഇങ്ങനെ അടർത്തി മാറ്റാം. ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്ത് മാറ്റുമ്പോഴും ഇതിൻ്റെ വയറിൽ വീണ്ടും അഴുക്ക് ഇരിപ്പുണ്ടാവും. അതെല്ലാം നമ്മളിനി എടുത്ത് കളയണം. ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. അപ്പോഴും ഇതിൻ്റെ വയറിനുള്ളിലുള്ള അഴുക്കെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പീസിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് റെഡ് ലൈൻ ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒരു ഡാർക്ക് ബ്ലഡിൻ്റെ ഒരു ലൈൻ ഉണ്ടാവും. അപ്പോൾ അതും ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് മാറ്റാം. ഇതുപോലെ ഓരോ പീസിലും നോക്കുക, ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഡാർക്ക് ബ്ലഡിൻ്റെ ലൈൻ ഉണ്ടാവും. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2-3 തവണ കഴുകിയെടുത്തു. എങ്കിലും ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴാണ് കറക്റ്റ് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുന്നത്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അയലയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് വരഞ്ഞാൽ തന്നെ
നമുക്കതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്, അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പീസിൽ ഉള്ളിലൊരു ബ്ലഡ് ലൈൻ ഉണ്ട്, അപ്പോൾ അതും റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.